മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയും ദീർഘസംഭാഷണവും നടന്നിട്ട് ഒരു നൂറ്റാണ്ട് തികയുന്ന ദിവസമാണിന്ന്. 1925 മാർച്ച് 12-നാണ് ഗാന്ധിജി നാരായണ ഗുരുവിനെ കാണാൻ ശിവഗിരിയിലെത്തിയത്. ഗുരു ശിഷ്യനായിരുന്ന ഗോവിന്ദദാസ് ഗുരുവിന് സമ്മാനിച്ച ശിവഗിരിക്ക് സമീപമുള്ള വനജാക്ഷി മന്ദിരം എന്ന വീട്ടിൽ വച്ചായിരുന്നു യുഗപ്രഭാവരായ മഹാത്മാക്കളുടെ സമാഗമം. വർണ്ണാശ്രമത്തോടുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിനെ തന്നെ പിൽക്കാലത്ത് മാറ്റിമറിച്ച സംവാദമായിരുന്നു അന്ന് നടന്നത്. നവോത്ഥാന ദർശനങ്ങളെ ചേർത്തുവെച്ച് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനം സമര സാംസ്കാരികതയായി രൂപപ്പെടുത്തുന്ന 20കളുടെ രണ്ടാം പകുതി. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനാണ് 1925 മാർച്ച് 9-ന് ഗാന്ധിജി കേരളത്തിലെത്തുന്നത്. ഉച്ചയോടെ എറണാകുളത്ത് നിന്നും ബോട്ടിൽ പുറപ്പെട്ട ഗാന്ധിജി വൈകിട്ട് 6 മണിയോടെ വൈക്കത്തെത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ സത്യാഗ്രഹികളുമായും ദിവാനുമായും ഉദ്യോഗസ്ഥ പ്രമുഖരുമായും ക്ഷേത്രം ഉടമസ്ഥരായ ഇണ്ടന്തുരുത്തിമനയിലെ നമ്പ്യാതിരിയുമായും മഹാറാണി ലക്ഷ്മിഭായിയുമായും എല്ലാം ഗാന്ധിജി വെവ്വേറെ കൂടിക്കാഴ്ച നടത്തി. മാർച്ച് 12-ന് 3:30-യോടെയാണ് ഗാന്ധിജി ഗുരുവിനെ സന്ദർശിക്കാൻ ശിവഗിരിയിലെത്തിയത്. വെള്ള മണ്ണ് വിരിച്ച് വെടിപ്പാക്കിയ ആശ്രമത്തിന്റെ മുറ്റത്ത് ഗാന്ധിജി കാറിൽ വന്നിറങ്ങി. സി രാജഗോപാലാചാരി നേരത്തെ തന്നെ എത്തിയിരുന്നു. പെരിയാർ EV രാമസ്വാമി നായ്ക്കറും രാമദാസ് ഗാന്ധിയും എത്തിയിരുന്നു. ഗുരു ഇരു കൈകളും നീട്ടി മഹാത്മാവിനെ സ്വീകരിച്ചു. വനജാക്ഷി മന്ദിരത്തിന്റെ നിലത്ത് ഖദർ വിരിപ്പിട്ട പുല്ലുപായയിൽ എല്ലാവരും ഇരുന്നു. ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന യുഗസംവാദം പിന്നീടായിരുന്നു. രണ്ടുപേരും അവരവരുടെ ഭാഷയിലാണ് 1 മണിക്കൂറോളം അന്ന് സംസാരിച്ചത്. N കുമാരൻ വക്കീലായിരുന്നു പരിഭാഷകൻ. ഹിന്ദുക്കളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഐത്താചാരം വിധിച്ചിട്ടുള്ളതായി സ്വാമിജിക്ക് അറിവുണ്ടോ? ഇല്ല. ഐത്തമില്ലാതാക്കാൻ വൈക്കത്ത് നടന്ന സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ സ്വാമിജിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. ആ പ്രസ്ഥാനത്തിൽ കൂടുതലായി എന്തെങ്കിലും ചേർക്കണമെന്നോ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നോ സ്വാമിജിക്ക് അഭിപ്രായമുണ്ടോ? അത് ഭംഗിയായി നടക്കുന്നുണ്ടെന്നാണ് നമ്മുടെ അറിവ്. അതിനാൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് അഭിപ്രായമില്ല. അങ്ങനെ തുടങ്ങിയ സംഭാഷണം ആധ്യാത്മികത, ഐത്തോച്ചാടനം, ലൗകിക സ്വാതന്ത്ര്യം, ആധ്യാത്മിക മോക്ഷം എന്നു തുടങ്ങി പല അടരുകളിലേക്ക് വിടർന്നു. ഐത്തോച്ചാടനത്തിനപ്പുറം അധകൃതരുടെ അവശതകൾ തീർക്കാൻ വേറെന്തെല്ലാം വേണമെന്നാണ് സ്വാമി കരുതുന്നതെന്ന് ഗാന്ധിജി. അവർക്ക് വിദ്യാഭ്യാസവും ധനവും ഉണ്ടാകണം. മിശ്രഭോജനമോ മിശ്രവിവാഹമോ ഉടനടി വേണമെന്ന് പക്ഷമില്ല. നന്നാകാനുള്ള സൗകര്യം മറ്റെല്ലാവർക്കും എന്ന പോലെ അവർക്കും ഉണ്ടാകണമെന്ന് ഗുരു. അവകാശ സ്ഥാപനത്തിന് പക്ഷേ ബലപ്രയോഗം വേണമെന്ന് തനിക്കും അഭിപ്രായമില്ലെന്ന് പറഞ്ഞ് ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തോടുള്ള മമത ഗുരു വ്യക്തമാക്കി. ഹിന്ദു സന്യാസിയായ ഗുരുവിൻ്റെ ആ ദർശനം ഗാന്ധിജിക്ക് പുതിയ വെളിപാടായിരുന്നു. തൻ്റെ ആയുഷ്കാലത്ത് തന്നെ ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്ന ആശയും പ്രതീക്ഷയും ഗാന്ധിജിയും പങ്കുവച്ചു. വർണ്ണാശ്രമത്തെ തൊഴിൽ വിഭജനത്തിനുള്ള സാമൂഹിക സംവിധാനം എന്ന നിലയിൽ ഗാന്ധിജി പിന്തുണച്ചിരുന്ന ഘട്ടമായിരുന്നു അത്. ഐത്താചരണത്തോട് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ എതിർപ്പ്. വനജാക്ഷി മന്ദിരത്തിന്റെ മുറ്റത്തെ മാവ് ചൂണ്ടിക്കാട്ടി അതിന്റെ ഇലകളെല്ലാം വ്യത്യസ്തമല്ലേ എന്ന് ഗാന്ധിജി ആരാഞ്ഞു. അതുപോലെ ജാതി പ്രകൃതി സഹജമാണെന്നായിരുന്നു ഗാന്ധിജിയുടെ അക്കാലത്തെ ബോധ്യം. എന്നാൽ ഭിന്ന രൂപങ്ങളിലായിരിക്കുമ്പോഴും എല്ലാ ഇലകളിലെയും രസം ഒന്നു തന്നെയാണെന്ന് ഗുരു ഗാന്ധിജിയെ ഓർമ്മിപ്പിച്ചു. മനുഷ്യൻ ഏകജാതിയാണെന്നും. ഗാന്ധിജിയുടെ ജാതി ബോധ്യങ്ങളെ പിൽക്കാലത്ത് ആഴത്തിൽ തിരുത്തിയ ഗുരുചിന്തയായിരുന്നു അത്. ഐത്തം എന്ന പോലെ വർണ്ണസങ്കല്പത്തെയും ഉച്ചാടനം ചെയ്താലേ സമൂഹമെന്ന നിലയിലെ മുന്നോട്ട് പോക്ക് സാധ്യമാകൂ എന്ന ദർശനത്തിലേക്ക് ക്രമേണ ഗാന്ധിജി എത്തിച്ചേർന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സങ്കല്പത്തിന് പുതിയ തെളിച്ചമുണ്ടാക്കിയ യുഗസംഭാഷണത്തിന് 100 വയസ്സ്. നൂറ്റാണ്ടിനിപ്പുറവും ആ മഹാസംഭാഷണം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അർദ്ധപ്രസരം നമ്മുടെ ജനാധിപത്യ, സാംസ്കാരിക, ആധ്യാത്മിക ദർശനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.